ശ്രീമന്നാരായണീയം ദശകം 29 അമൃതാഹരണവും അസുര നിഗ്രഹവും. ശ്ലോകം 7. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വം കാലനേമിമഥമാലിമുഖാൻ ജഘന്ത ശക്രോ ജഘാന ബലിജംഭവലാൻ സപാകാൻ ശുഷ്കാർദ്രദുഷ്കരവധേന മുചൗചലൂരേഭേനേന നാരദഗിരാനരുണോരണം തം. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു, അമൃത് ധന്വന്തരി മൂർത്തിയുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് പോയി അസുരന്മാര് അവർക്ക് മാത്രമായിട്ട് എടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും ഭഗവാൻ മോഹിനിയുടെ രൂപമെടുത്ത് അവരെ എല്ലാം മയക്കി ആ അമൃത് ദേവന്മാർക്ക് കൊടുത്തു. ഇത് മനസ്സിലാക്കിയപ്പോൾ അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങി. യുദ്ധം ഭയങ്കരമായി തീർന്നു. ദേവന്മാരെല്ലാം മഹാബലി എന്ന ആ അസുരന്റെ മായയിൽ മയങ്ങി പോയി എന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ത്വം, അവിടുന്ന് കാലനേമിയെയും അധ പിന്നെ മാലി മുഖാൻ എന്ന് പറഞ്ഞ മുതലായവരെയും മാലി മുതലായവരെയും ജഘന്ത സംഹരിച്ചു. ഇപ്പൊ ഇവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ കാലനേമിയെ വധിച്ചു, മാലി മുതലായിട്ടുള്ളവരെയൊക്കെ വധിച്ചു. ശക്ര ദേവേന്ദ്രൻ സപാകാൻ പാകനോട് കൂടി. ഇവിടെ പാകൻ എന്ന് പറഞ്ഞൊരു പേരാണ്. ആ പാകനോട് കൂടി ബലി മഹാബലി ജംഭൻ വലൻ എന്നിവരെ ജഘാന സംഹരിച്ചു, വധിച്ചു. ഇപ്പൊ ദേവേന്ദ്രൻ, പാകൻ, മഹാബലി, ജംഭൻ, വലൻ എന്നിവരെയൊക്കെ വധിച്ചു കളഞ്ഞു. ശുഷ്ക ആർദ്ര ദുഷ്കരവധേ. ശുഷ്ക ആർദ്ര, ഇവിടെ ഉണങ്ങിയത് കൊണ്ടോ നനഞ്ഞത് കൊണ്ടോ ദുഷ്കരമായിട്ടുള്ള വധേ, അതായത് കൊല്ലാൻ കഴിയാത്ത നമുചൗച്ച, നമുജിയെയാകട്ടെ, നമുജി എന്നയാൾക്ക് വരം കിട്ടിയിട്ടുണ്ട്. അതായത് ഉണങ്ങിയത് കൊണ്ടും നനഞ്ഞത് കൊണ്ടും വധിക്കാൻ പാടില്ല എന്ന വരം കിട്ടിയിട്ടുള്ള ആ നമുജിയെയാകട്ടെ ഫേനേന. ഇവിടെ ഫേനം എന്ന് പറഞ്ഞാൽ അത് നുരയാണ്, നുര, വെള്ളത്തിലെ നുര. അത് ഉണങ്ങിയതുമല്ല നനഞ്ഞതുമല്ല. അപ്പൊ അല്ലെങ്കിൽ അത് രണ്ടുമാണ്, ഉണങ്ങിയതുമാണ് നനഞ്ഞതുമാണ്. അങ്ങനെയുള്ള ആ നുര കൊണ്ട് വധിച്ചു, നുരക്കട്ട കൊണ്ട്. ആ നുരക്കട്ട കൊണ്ട് ലൂനെ വധിച്ചു. ഇന്ദ്രൻ തന്നെയാണ് വധിച്ചത്. പിന്നെ തം രണം, ആ യുദ്ധത്തെ നാരദഗിര, നാരദന്റെ വാക്കിലൂടെ. ഇവിടെ അസുരവംശം പരിപൂർണമായിട്ട് നശിച്ചു പോകും എന്ന് കരുതി ബ്രഹ്മാവ് പറഞ്ഞയച്ച പ്രകാരമാണ് നാരദൻ ഇവിടെ വന്ന് പറഞ്ഞത്. അങ്ങനെ നാരദൻ വന്ന് പറഞ്ഞത്
കേട്ടിട്ട്, ആ നാരദന്റെ വാക്ക് കേട്ടിട്ട് ഞരുണ ഇവിടെ നിരോധിക്കുകയും ചെയ്തു. ഭഗവാൻ ആ നാരദൻ വന്ന് പറഞ്ഞപ്പോൾ, ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം നാരദൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ആ യുദ്ധം അവിടെ നിർത്തുകയും ചെയ്തു. അപ്പൊ ഇവിടെ അസുരന്മാര് കുറച്ചുപേര് ഈ യുദ്ധത്തിൽ അങ്ങോട്ട് മരിച്ചു. പിന്നീട് അസുരന്മാരിങ്ങനെ മരിക്കാൻ തുടങ്ങുമ്പോൾ, യുദ്ധത്തിൽ മരിക്കാൻ തുടങ്ങുമ്പോൾ അസുരവംശം പരിപൂർണമായിട്ട് ഇല്ലാതാകും എന്നൊരു ചിന്ത കൊണ്ട് ബ്രഹ്മാവ് നാരദനെ പറഞ്ഞയക്കുകയാണ് അവിടെ. അപ്പൊ നാരദൻ വന്ന് പറഞ്ഞത് കേട്ടിട്ട് ഭഗവാൻ അവിടെ ആ യുദ്ധത്തെ നിരോധിച്ചു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.